ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വിപിൻ ഓർമ്മിപ്പിച്ചതുപോലെ 2 ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾക്ക് ബൈബിൾ ക്ലാസ്സായി ഇന്ന് കൂടി വരുവാൻ സാധിച്ചത്. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ക്ലാസ് വെള്ളിയാഴ്ചയാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഇന്നത്തെ ഹാജർ നില കണ്ടപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും കുറെ കൂടെ നല്ലത് എന്ന് തോന്നുന്നു. നമ്മള് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തില് 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില് ഫിലദൽഫിയ സഭയെ കുറിച്ചാണ് ചിന്തിച്ചത്. അതിന് ഏറ്റവും ഒടുവിൽ ആ സഭയ്ക്ക് കർത്താവ് നൽകുന്ന വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. 10-ാം വാക്യത്തിലാണ്. അതിൻ്റെ ഒടുവിലത്തെ വാക്യം, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും, ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 10-ാം വാക്യം 11-ാം വാക്യത്തിൻ്റെ തുടക്കവുമാണ് ഞാൻ വായിച്ചത്. ഇവിടെ കർത്താവ് വേഗം വന്ന് ഈ പരീക്ഷാകാലത്ത് ഫിലദൽഫിയ സഭ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ 7 സഭകളും ഏത് കാലത്തുമുള്ള, ആദ്യം തന്നെ ചിന്തിച്ച കാര്യമാണ്, ഏത് കാലത്തുമുള്ള സഭയ്ക്ക് ബാധകമാണ്. കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊള്ളും. ആ ചേർത്തുകൊള്ളുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? പരീക്ഷാകാലത്തു നിന്നുള്ള വിടുതലാണ്. ഞാൻ ഇതോട് ചേർത്ത് ഒരു വാക്യം പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അവസാനത്തെ വാക്യം. ഞാൻ അവസാന വാക്യം എന്ന് പറയാനുള്ള കാരണമുണ്ട്. നമ്മുടെ മലയാളം ബൈബിളിൽ ഇപ്പോൾ 10 വാക്യമുണ്ടെന്ന്, ചിലതിൽ 10 വാക്യങ്ങളുണ്ട്. നേരത്തെ 9 നമ്പർ. കണ്ടൻസിൽ വ്യത്യാസമില്ല, ഉള്ളടക്കത്തിൽ വ്യത്യാസമില്ല. അവിടെ തെസ്സലോനിക്ക സഭയ്ക്ക് കർത്താവ് നൽകുന്ന പ്രത്യാശയുടെ അനുഗ്രഹീതമായ ഒരു സന്ദേശം അവിടെ ഉണ്ട്. പൗലോസ് പറയുന്നത് നോക്കണം, 1-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തില് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. ഞാൻ പ്രസക്ത ഭാഗം മാത്രം സമയലാഭത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. കണ്ടോ, അതിനിടയ്ക്കുണ്ടല്ലേ 10-ാം വാക്യത്തിലുണ്ട്. എന്താ? വരുവാനുള്ള കോപത്തിൽ കൂടെ നിന്നെ കൊണ്ടുപോകുന്നില്ല, പിന്നെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും എന്നാണ്. ലോകത്തിൽ ഭൂതലത്തിൽ എങ്ങും സംഭവിക്കാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ ഇതോട് ചേർത്ത്, പരീക്ഷയിലൂടെ അഥവാ മഹാപീഡനത്തിലൂടെ സഭ കടന്ന് പോകുകയില്ല. അതിനു മുമ്പേ സഭയെ കർത്താവ് ചേർത്തുകൊള്ളും. ഇത് ഈ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ 2 അഭിപ്രായമുണ്ട്. സഭ പീഡനത്തിലൂടെ കടന്നു പോകും എന്നും, പിന്നെ ഞാനത് 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. പീഡനത്തിലൂടെ പോകുകയില്ല എന്നും ഉള്ള 2 പ്രത്യേക അഭിപ്രായങ്ങൾ, പ്രധാനമായ അഭിപ്രായം. അതിന് കാരണം ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് അതിന് ആ ഒരു പ്രധാനമായിട്ടും ആ വാദം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അത് തിറിയു എക് എന്നുള്ളൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് എന്നാണ്, കൂടെ എന്നല്ല, പിന്നെ നിന്നെന്നാണ്.
പരീക്ഷയിൽ നിന്ന് ഞാൻ നിന്നെ കാക്കും. ഈ ആശയം വ്യക്തമാക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം നോക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം, കർത്താവിൻ്റെ പ്രാർത്ഥന 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നോക്കട്ടെ. എന്താ? ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിന്നെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ എന്ത് ചെയ്യണം? കാത്തുവന്നു. അപ്പോൾ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നുണ്ടോ? കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മളെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണോ? അല്ല, പിന്നെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. ഈ അർത്ഥത്തിലാണ് ഭൂതലത്തിൽ എന്നും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്തും ഞാൻ നിന്നെ കാക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് പെട്ടെന്ന് പോവാം. ഇവിടെ കർത്താവ് നൽകുന്ന വാഗ്ദത്തങ്ങൾ, ജയിക്കുന്നവർക്ക് നൽകുന്ന കർത്താവ് നൽകുന്ന വാഗ്ദത്തങ്ങളാണ് തുടർന്ന് പറയുന്നത്. വായിച്ചു വിടാം, ദീർഘിപ്പിക്കുകയില്ല, വളരെ വിശദീകരിക്കുകയില്ല. നോക്കണം, 11-ാം വാക്യം എന്താ? ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുത്തുകൊള്ളാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചു കൊടുക്കുക. അപ്പം കർത്താവ് വന്നു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് നൽകാൻ പോകുന്ന അഥവാ ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? നിനക്ക് എന്ത് കിട്ടും? കിരീടം തരും. നമ്മൾ വാസ്തവത്തില് ഇവിടെ ഒരു പ്രത്യേക കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കിരീടം പ്രാപിക്കാൻ വേണ്ടിയുള്ള ക്രിസ്തീയ ജീവിതം അല്ല, അത് കർത്താവ് തരുന്നതാണ്. എനിക്ക് കിരീടം മേടിക്കണം, അതിനുള്ള വാശി പൂർവ്വമല്ല കാണിക്കേണ്ടത്. നമ്മളങ്ങ് ദൈവവചനപ്രകാരം ജീവിച്ചു പോയാൽ മതി, ബാക്കി ആരും ചെയ്തോളും. കർത്താവ് ചെയ്യേണ്ട കാര്യം കർത്താവ് ചെയ്തു. കർത്താവ് എന്താണ്? കർത്താവ് വിശ്വസ്തനാണ്. നമ്മെ കർത്താവ് രക്ഷിക്കുകയും നമ്മെ വിശ്വാസ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവാണ് നമ്മളെ സൂക്ഷിക്കുന്നതും കർത്താവാണ് നമ്മളെ പരിപാലിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണേ. നമ്മുടെ ശക്തി ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. നമുക്കൊരൊറ്റ കാര്യം മതി. ദൈവം ആഗ്രഹിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ ദൈവസന്നിധിയിൽ ചെന്ന് പ്രതിഫലം നേടാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരൊറ്റ കാര്യം ഉണ്ടായാൽ മതി. വലിയ മസിൽ വലിയ ബഹളമൊന്നും ഉണ്ടാകും. ഒറ്റ കാര്യം, മനസ്സുണ്ടായ. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമില്ല, മനസ്സ് ഉണ്ടോ എന്നുള്ളത്. മനസ്സുണ്ടെങ്കിൽ ബാക്കി ആദ്യം ചെയ്തോളും. കർത്താവ് ചെയ്തോ. ഇത് ദൈവവചനത്തിലൂടെ ഒരു അടിസ്ഥാന സത്യമാണ്. നമ്മൾ ദൈവകരങ്ങളിലേക്ക് മനസ്സോട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ബാക്കി മുഴുവൻ ആര് ചെയ്തോളും? കർത്താവ് ചെയ്തോളും. ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. പലരും ഈ ആകുല ചിത്തരായിട്ട് മാറുന്നതും ചിന്താകുലമുള്ളവരായിട്ട് മാറുന്നതും ഒക്കെ അതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാലാണെങ്കിൽ ചെല്ലാൻ പറ്റുന്നത്, അവിടെ ചെന്നാൽ ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം. ഇതെല്ലാം ഈ ബുദ്ധിമുട്ടെല്ലാം കർത്താവ് സഹിക്കുന്നുണ്ട്. കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി. നമ്മളൊരു ട്രെയിനിൽ കയറി ഡൽഹിക്ക് പോവുകയാണെങ്കിൽ ആ ട്രെയിനിൽ കയറി ഇരുന്നാൽ മതി. ബാക്കി കാര്യം ബാക്കി കാര്യം ട്രെയിൻ ചെയ്തോ, എവിടെ കൊണ്ടുചെന്ന്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്. കർത്താവ് പറയുകയാണ്, നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക, എന്ത് ചെയ്യും? നിന്റെ കിരീടം നിനക്ക് ലഭിക്കും. ഈ കിരീടത്തെക്കുറിച്ചുള്ള പഠനം യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്.
5 കിരീടങ്ങളെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ കിരീടങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാനിതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. 5 കിരീടങ്ങളെ കുറിച്ച് പറയാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കിരീടം ഏതാ? നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക, നിന്റെ കിരീടം നീ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ആർക്കാണ് ജീവന്റെ കിരീടം ലഭിക്കാൻ പോകുന്നത്? നമ്മൾ ഈ ഓരോ ബൈബിളിലെ ഓരോ വാക്യം വായിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം വായിക്കുക. പലരും ധരിച്ചു വെച്ചിരിക്കുന്ന എന്താ, പരീക്ഷയിൽ നമ്മളെ കഷ്ടപ്പെട്ട് ജയിച്ച് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിരീടം കിട്ടുമെന്നാണ്. ഇവിടെ അടിസ്ഥാന കാര്യം എത്രയേ ഉള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് എന്താ കിട്ടും? ജീവന്റെ കിരീടം കിട്ടും. നമ്മൾ പല വേദഭാഗങ്ങളെല്ലാം ചേർത്ത് പഠിച്ചു വെച്ചിരിക്കുന്ന എന്താ, പരീക്ഷയിൽ ജയിച്ചാൽ എന്ത് കിട്ടും? ജീവന്റെ കിരീടം കിട്ടും. അത് ശരിയാണ്, അത് തെറ്റാണെന്നല്ല ഞാൻ പറയാം. പക്ഷെ ജീവന്റെ കിരീടത്തിന് എന്ത് ചെയ്താൽ മതി? യാക്കോബ് 1:12 എന്ത് ചെയ്താൽ മതി? കർത്താവിനെ സ്നേഹിച്ചാൽ മതി. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഏത് പ്രലോഭനങ്ങളുടെ നടുവിലും കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം അവയെല്ലാം അതിജീവിക്കും. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. പാപത്തെ സ്നേഹിക്കുന്നോ, ലോകത്തെ സ്നേഹിക്കുന്നോ, ജഡത്തെ സ്നേഹിക്കുന്നോ, അത് കർത്താവിനെ സ്നേഹിക്കും. കർത്താവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ഒരു പ്രതിബന്ധം ആകെയില്ല. ഞാൻ ഈ ഓരോ വാചകത്തിൽ പറയാണ്, ഇതൊക്കെ വലിയ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ജഡത്തോടുള്ള പ്രതിപത്തിയും സ്നേഹവുമാണ് പലപ്പോഴും കർത്താവിങ്കിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. 2, പാപത്തോടുള്ള സ്നേഹമാണ് കർത്താവിങ്കിൽ നിന്ന് നമ്മെ അകറ്റുന്നത്. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പാപത്തോട് എതിർത്ത് നിൽക്കൂ. 3-ാമത്തെ കാര്യം, ലോകത്തോടാണോ എനിക്ക് കൂടുതൽ സ്നേഹം അതോ കർത്താവിനോട്? ഇവിടെ വിഷയം. കർത്താവിനെ സ്നേഹിച്ചാൽ ലോകത്തോടുള്ള പ്രതിപത്തി നമ്മിൽ നിന്ന് മാറും. ദേവദാസന്മാര് സാധാരണ പറയാറുള്ള ഒരു കാര്യം, ഈ ഭിത്തിയോട് ഞാൻ അടുക്കണമെങ്കിൽ അവിടെ നിൽക്കുക ഞാൻ, ആ ഭിത്തി അടുത്ത് നിൽക്കുന്ന ഞാൻ ഈ ഭിത്തി അടുത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇങ്ങോട്ട് അതിങ്ങ് വിട്ടിങ്ങ് പോരുന്നാ മതി. സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ വരും, ഈ ഭിത്തിയുടെ അടുത്തോട്ട് വരും. എന്തിനെ നമ്മൾ വിടുന്നു എന്നുള്ളതാണ് വിഷയം. എന്തിനെ നമ്മൾ സ്നേഹിക്കുന്നു, എന്തിനോടാണ് നമുക്ക് പ്രതിപത്തി എന്നുള്ളതാണ് വിഷയം. ഇവിടെ ഈ കിരീടങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ അത് പ്രതിഫലം എന്ന വാക്കിനോട് ചേർത്ത് പഠിക്കാവുന്ന കാര്യമാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മളെപ്പോഴും മരണവീടുകളിൽ പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുന്നതാണ് തീമത്തിയോസിന് പൗലോസ് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം എല്ലാവർക്കും അറിയാം അല്ലേ? 6 മുതലുള്ള വാക്യം. പൗലോസ് പറയുന്നു, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി, അവിടെ തുടങ്ങുമെന്ന് വിചാരിച്ചില്ലല്ലേ, ഞാനിപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. പിന്നെന്താ, ഞാൻ നല്ലപോലെ എല്ലാവരുടെയും കാര്യത്തിൽ നിന്ന് എഴുതി വെക്കരുത് കേട്ടോ. സഭയെ നല്ലപോലെ പൊരുതിയ മനവാദികളുടെ ഒക്കെ ഇതൊക്കെ എഴുതി വെക്കും. ഈ വാക്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇവർക്കാണോ അടുത്ത, ഞാനൊരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടി ഇത് പറയും. അടുത്തെന്താ പറയുന്നത്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. അപ്പൊ നീതിയുടെ കിരീടം പ്രാപിക്കണമെങ്കിൽ എന്താ ചെയ്യണം?
ഉറക്കപ്പുറ ബൈബിൾ ക്ലാസ്സിൽ ചോദ്യോത്തരമാകുമ്പോൾ ഉറക്കെ പറഞ്ഞു, നീതിയുടെ കിരീടം പ്രാപിക്കാൻ എന്താ ചെയ്യണം? ഞാൻ വേറൊന്നും പറയുന്നില്ല, പറഞ്ഞു. പലരും ധരിച്ചിരിക്കുന്ന നല്ലപോലെ ഒരുക്കണം, ഓട്ടം ചെയ്യണം, വിശ്വാസം കാണണം. അതിനാണോ? അടുത്ത വാക്യം വായിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് ആർക്കാ നീതിയുടെ കിരീടം? പൗലോസ് എനിക്ക് മാത്രമല്ല, പിന്നെ തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച. അപ്പൊ നീതിയുടെ കിരീടം ആർക്കാ? കർത്താവിന്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് നീതിയുടെ കിരീടം. ഈ വാക്യങ്ങളെല്ലാം ഞാൻ അതായി പറയുന്നത്, വെറുതെ അല്ല ഞാൻ പറയുന്നത്, സൂക്ഷ്മമായിട്ട് നോക്കണം നമ്മൾ. അവിടെ ഉദ്ദേശിക്കുന്ന ആ ആശയമാണ് നമ്മൾ അംഗീകരിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അപ്പോൾ നല്ലപോലെ ഒരു നോട്ടം തിരിച്ചു വിശ്വാസം കാത്തു ഈ അമ്മച്ചി, ഈ അച്ഛൻ, ഈ അപ്പച്ചൻ. ഇനി എന്ത് ചെയ്യാൻ പോവാ? നീതിയുടെ കിരീടം. അവിടെ അടിസ്ഥാനമായിട്ട് കർത്താവ് പരിശോധിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ വരവിനെ ഇദ്ദേഹം സ്നേഹിച്ചു എന്നുള്ളതാണ്. കർത്താവിന്റെ പ്രത്യക്ഷത, കർത്താവിന്റെ വരവിനെ സ്നേഹിക്കുന്നവർക്കാണ് ഏത്? നീതിയുടെ കിരീടം. ഇതുപോലെ ഓരോ കിരീടങ്ങളെ കുറിച്ചുള്ള പഠനം വളരെ പ്രധാനമാണ്. ഇനിയും പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഈ വാക്യം എടുത്തിട്ട് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് വിശ്വാസികൾക്ക് വെച്ചിരിക്കുന്നതാണ്. തേജസ്സിന്റെ വാടാത്ത കിരീടം വിശ്വാസികൾക്കുള്ളതാണോ? എന്താ മൗനമായിരിക്കുന്നത്? ഞാൻ സിയോൻ കൊണ്ടില്ല ക്ലാസ് എടുക്കുന്ന, എനിക്ക് നല്ലപോലെ അറിയാം. പറഞ്ഞേ, വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉള്ളതാണോ തേജസ്സിന്റെ വാടാത്ത കിരീടം? അല്ല, നന്നായി സഭയെ പരിപാലിച്ച ഇടയന്മാർക്കുള്ളതാണ്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ആർക്ക്? ഇടയന്മാർക്ക് എന്ത് കൊടുക്കും? തേജസ്സിന്റെ വാടാത്ത. ഇപ്പൊ തന്നെ 3 കിരീടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മുടെ ധാരണയ്ക്ക് വിരുദ്ധമാണ് പലതും അല്ലേ? നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണയ്ക്ക് വിരുദ്ധമാണ് പല ഉപദേശ സത്യങ്ങൾ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നല്ലപോലെ ഒരു തോട്ടം തിരിച്ചു ആ ഭാഗം നമുക്ക് നല്ലപോലെ അറിയാവുന്നതല്ലേ? നമുക്ക് നല്ലപോലെ മനപ്പാടം അറിയാവുന്ന ഭാഗങ്ങളാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ കാണുന്ന, ലളിതമായിട്ട് നമ്മൾ കാണുന്ന ഭാഗങ്ങളാണ്. പക്ഷെ അതിനകത്തും ഒഴിഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിച്ചു എന്ന് വരണം എന്നില്ല. കർത്താവ് സഹായിക്കട്ടെ. ഈ പരീക്ഷ സഹിക്കുക എന്നുള്ളത് സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്, വിശ്വാസിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരിപാടിയാണ്. എന്നാൽ പരീക്ഷയിൽ നിന്ന്, ഏത് പരീക്ഷ? ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുക എന്നുള്ളത് ആളുടെ കർത്താവിന്റെ ഉത്തരവാദിത്വം ആണ്. ഇനിയും 12-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ഫിലദൽഫിയ സഭയെ കുറിച്ചുള്ള പഠനം അവസാനിപ്പിക്കാം. അവിടെ കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ജയിക്കുന്നവന് ലഭിക്കുന്ന ഈ വിശ്വാസ ജീവിതത്തിൽ ജയിക്കുന്നവർക്ക്, ഫിലദൽഫിയ സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ. കർത്താവ് കുറ്റമില്ലാത്തതുകൊണ്ടല്ല, പിന്നെ എടുത്തു പറയത്തക്ക കുറവുകളില്ലാത്ത ഒരു സഭയാണ്. കർത്താവിനെ ചൂണ്ടിക്കാണിക്കത്തക്ക വിധത്തിൽ, എടുത്തു പറയത്തക്ക വിധത്തിൽ പോരായ്മകൾ ഒന്നും ഈ സഭയെക്കുറിച്ച് പറയാനില്ല. അങ്ങനെയുള്ള ഈ നല്ല സഭയ്ക്ക് കർത്താവ് അവർ ജയിച്ചവരാണ്, ജയിച്ചതുകൊണ്ട് അവർക്ക് നൽകുന്ന 4 അനുഗ്രഹങ്ങൾ, 4 വാഗ്ദത്തങ്ങളാണ് 12-ാം വാക്യത്തിൽ കാണുന്നത്. ഒന്ന്, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ അവരെ എന്ത് ചെയ്യും? ഒരു തൂണാക്കും. ജയിക്കുന്നവനെ
ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഒരു തൂണാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന 3 പേരുടെ കാര്യം പറയും. സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന 3 പേരെ കുറിച്ച് ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു. ഒന്ന് കേഫാണ്, മറ്റൊരു സെബദി പുത്രന്മാരാണ്. ആരൊക്കെ? യാക്കോബും യോഹന്നാൻ. അവരെ 3 പേരെയും ആദിമസഭയുടെ അഥവാ സഭയുടെ തൂണായിട്ടാണ് കർത്താവ് കണ്ടത്. എന്ന് പറഞ്ഞാൽ സഭയുടെ നിലനിൽപ്പിന് തൂണെന്ന് പറയുന്നത് എന്താണ്? താങ്ങി നിർത്തുന്ന ജോലിയാണ്, അല്ലെ? തൂണിന്റെ ജോലി താങ്ങി നിർത്തുക എന്നുള്ളത്. അപ്പോൾ സഭയിൽ ദൈവം ചിലരെ തൂണുകളായി ദൈവം എഴുന്നേൽപ്പിക്കും. അവരിൽ ഭാരം വഹിക്കാനും ചുമക്കാനും സഭയെ നിലനിർത്താനും ദൈവം ഉപയോഗിക്കുന്ന ചിലർ ഒരു സഭയ്ക്ക് ഉണ്ടായിരിക്കും. അവരെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കണം. അവർക്ക് സഭയെക്കുറിച്ച് വലിയ ഭാരം ഉണ്ടായിരിക്കും. അപ്പൊ സഭയുടെ തൂണുകളായി എണ്ണപ്പെടും. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതൊന്ന് ആഗ്രഹിച്ചാൽ നല്ലത്. ഈ എന്നെ കർത്താവ് സഭയുടെ എല്ലാവരും ഓടുക. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം വരുന്നതുകൊണ്ട് എന്താ ഓടിപ്പോവാ? എന്നെ കൊണ്ട് പറ്റിയല്ല, ആരെയെങ്കിലും ഏൽപ്പിച്ചു. എന്നെ കൊണ്ട് എൻ്റെ സഹോദര ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽക്കണം. സഭയുടെ ഭാരങ്ങളൊക്കെ വഹിക്കാൻ തയ്യാറാണ്. തൂണുകളായി എണ്ണപ്പെടുവാൻ സാധിക്കും. അങ്ങനെ സഭയിൽ ആ ദൗത്യം നിറവേറ്റിയാൽ അങ്ങനെ ജയിച്ചു ചെല്ലുന്നവർക്ക് കർത്താവ് നൽകുന്നതാണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ, ഭാവിയിലെ ദൈവാലയത്തിൻ്റെ തൂണുകളായി അവർ അറിയപ്പെടും. നമുക്ക് എങ്ങനെയും അവിടെ ചെന്നാൽ മതി എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ തൂണൊന്നും ആകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. അങ്ങനെയല്ല, ഞാനിത് വലുതുമായിട്ട് പറയുന്നെങ്കിലും വലുതുമായിട്ട് ആരും കാണരുത്, ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ സാധിക്കപ്പെടണം. അത് ആ ചിന്ത ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. രണ്ടാമത് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം നോക്കുക. ഒന്ന്, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ തൂണാക്കും. പിന്നെ എൻ്റെ ദൈവത്തിന്റെ നാമം അവരുടെ മേൽ ഏത്. അപ്പൊ ഈ ദൈവത്തിന്റെ നാമം എല്ലാവരുടെയും മേൽ ഉണ്ടാവില്ല കേട്ടോ. കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പ്രതിഫലം വീതിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമായി ഇതിനെ കാണരുത്. എല്ലാവർക്കും ഉള്ള അനുഗ്രഹമല്ല. പിന്നെ ജയിക്കുന്നവർക്ക് മാത്രമുള്ള അനുഗ്രഹം. അവരുടെ പേരിലാണ്, അവരുടെ മേലാണ് എന്തെഴുതുന്നത്? ആരുടെ? എന്റെ ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ നാമം ജയിക്കുന്നവരുടെ മേൽ. ഇതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത് 12-ാം വാക്യത്തിന്റെ 3-ാം ഭാഗം നോക്കുക. സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം 21-ാം അധ്യായത്തിലുണ്ട്. പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ മൂന്നാമത്തെ വാക്ക് എന്താ? ദൈവത്തിന്റെ നാമം അവരുടെ മേലെഴുതും, ജയിക്കുന്നവരുടെ മേല്. പിന്നെ മൂന്നാമത്തെ എന്താ? പുതിയ യെരൂശലേമിന്റെ നാമം അവരുടെ മേൽ എഴുതും. ഹൃദയം കൊണ്ടുവരുന്ന കാര്യമാണോ? അല്ല. പിന്നെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് രൂപാന്തര ശരീരത്തിൽ, സ്വർഗത്തിൽ നിന്നല്ല കർത്താവിന്റെ സനയിൽ ചെന്ന് കഴിഞ്ഞ് രൂപാന്തര ശരീരത്തിൽ വീഴുന്ന പേരായി എല്ലാവർക്കും കാണാൻ പറ്റും. ആ ആളിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ മേൽ വീണിരിക്കുന്ന ഈ പേര് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതെല്ലാവർക്കും ലഭിക്കുന്ന അനുഗ്രഹമല്ല. നാലാമത് പിതാവിന്റെ പേര് മാത്രമല്ല, പിന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പേര് നമ്മുടെ മേൽ 4 അനുഗ്രഹം.
ജയിക്കുന്നവർ എന്തൊക്കെയാ? ഒന്ന്, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ തൂണാക്കും, അവരവിടെ നിന്ന് പിന്നെ ഒരിക്കലും പോവുകയില്ല. രണ്ട്, ദൈവത്തിന്റെ നാമം അവന്റെ മേൽ എഴുതും. മൂന്ന്, പുതിയ യെരൂശലേമിന്റെ നാമം അവന്റെ മേൽ എഴുതും. നാലാമത്, യേശു കർത്താവിന്റെ പേര് ജയിക്കുന്നവരുടെ മേൽ എഴുതും. ഈ 4 അനുഗ്രഹങ്ങൾ ബൈബിളിൽ തന്നെ 1, 2, 3, 4 മാർക്ക് ചെയ്താൽ എളുപ്പമായി. ഇനിയും ഈ സഭയ്ക്കുള്ള പ്രബോധനമാണ് 13-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. എന്താ അന്ന് പറഞ്ഞ 2 ആഴ്ചയും കഴിഞ്ഞല്ലേ. അപ്പൊ പിന്നെ ഫിലദൽഫിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സഹോദര സ്നേഹം, ബ്രദർലി ഇല്ല, സഹോദര സ്നേഹം. ഒരാള് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്. എത്ര ലളിതമായ ചോദ്യം. ഒരാള് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളം എന്താ? സഹോദരനെ സ്നേഹിക്കും. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്തവൻ, അദൃശ്യനായ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് തീർച്ചയായിട്ടും എന്താ? ഒറ്റവാചകത്തിൽ ഞാനത് പറഞ്ഞിട്ട് ലവോദിക്ക സഭയിലേക്ക് നമ്മൾ പോകണം. 7-ാം സഭയിലേക്ക്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിടുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ സഭയിലുള്ള ഏതെങ്കിലും എല്ലാവരും എൻ്റെ മനസ്സിൽ, എല്ലാവരുടെയും പേരൊന്നും ചിലപ്പോൾ ഓർത്തൊന്നും വരികയില്ല. അവരെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാം അല്ലേ? പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ കുഞ്ഞാച്ചാൻ്റെ പേര് എൻ്റെ വീട്ടിൽ പറയുന്നുണ്ട്. കുഞ്ഞാച്ചാനെ എൻ്റെ ഭാവനയിൽ ഞാൻ എൻ്റെ മുമ്പിൽ, കാര്യം കുഞ്ഞാച്ചാനെ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. ഇതന്നെയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ ആ വ്യക്തിയോടുള്ള ഒരു ആവേശം, ആ വ്യക്തിയോട് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക താല്പര്യം, ഇതൊക്കെ എല്ലാവർക്കും കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇതാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ ആ നിലയിലുള്ള ആത്മീയത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരും. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയരോട് 1-ാം അധ്യായം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് പറയുന്നത്, ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കും. ഹൃദയത്തിൽ വഹിക്കും. പ്രാർത്ഥനയുടെ സമയത്ത് ഹൃദയത്തിൽ വഹിക്കും. നമുക്ക് നാട്യങ്ങളുണ്ടാവും, കപടഭക്തി ഉണ്ടാവും. സഹോദരന്മാരെ കാണുന്നുള്ള വലിയ സ്നേഹത്തിന്റെ പ്രകടനം കാണിക്കുകയും പ്രാർത്ഥിക്കുന്ന സമയത്തും മറ്റും അതില്ലാതിരിക്കുകയും ചെയ്യും. അതൊരിക്കലും ഉണ്ടാകും. നാട്യങ്ങൾ കൂടാതെ സത്യസന്ധമായുള്ള സ്നേഹം അത് വെളിപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. കർത്താവ് നമ്മളെ സഹായിക്കും. ഈ 7 സഭകൾ വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങൾ ഫേസോസിലെ ആസിയിലെ 7 സഭകളിൽ ഒടുവിലത്തെ സഭയാണ് ലവോദിക്ക സഭ എന്ന് പറയുന്നത്. ഈ സഭയെക്കുറിച്ച് നമുക്കിങ്ങനെ പറയാം, ദ ലാസ്റ്റ് ആൻഡ് ദ വേഴ്സ്റ്റ് ചർച്ച്.
ഈ ആസിയിലുള്ള സഭകളുടെ ഏറ്റവും ഒടുവിലത്തെ സഭയും പിന്നെ ഏറ്റവും മോശപ്പെട്ട, അല്ലെങ്കിൽ മോശപ്പെട്ട എന്നുള്ള വാക്ക് നമ്മുടെ നാടൻ ശൈലിയാണ്, ഏറ്റവും മലിനമാക്കപ്പെട്ട ഒരു സഭയാണ്. ഈ ലവോദിക്ക കാലഘട്ടം ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് തൊട്ടു മുമ്പും ഞാൻ നോക്കിയപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നു, 1900 മുതൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലഘട്ടമാണ് ഈ ലവോദിക്ക കാലഘട്ടം. 1900 മുതൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിലെ സഭയുടെ യഥാർത്ഥ സ്ഥിതി ഈ 14 മുതൽ 22 വരെയുള്ള ലവോദിക്ക സഭയുടെ വിഷയത്തോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്ഥിതിയോട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ചേർത്ത് പഠിക്കാവുന്നതാണ്. ഈ ലവോദിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ലവോദിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം, അത് ഞാൻ വായിച്ച ഈ കമന്ററീസിലൊന്നും കാണാൻ പറ്റിയില്ല, വേറെ ഒരു അന്വേഷണത്തിലാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുള്ള ഈ ലവോദിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ അഭിപ്രായം. ഒരർത്ഥം അതാണ് ജനങ്ങളുടെ അഭിപ്രായം. 2, ജനങ്ങളുടെ ഭരണം. രണ്ടാമത്തെ അർത്ഥമല്ല. ലവോദിക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ ഭരണം, ജനകീയ ഭരണം. 21-ാം നൂറ്റാണ്ടിലെ സഭ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. 21-ാം നൂറ്റാണ്ടിലെ സഭയിലെ ഭരണം എങ്ങനെ? എവിടെ എത്തി? ജനകീയ ഭരണം. നിങ്ങളെ ഇവിടെ മൂപ്പനായിട്ട് ആരെങ്കിലും, നിങ്ങളെ ഇതൊക്കെ പറയാ, ചേട്ടാ ഞങ്ങൾക്കെല്ലാം നിങ്ങളെക്കാ കുറവ്. ദൈവം വെച്ച് അധികാരങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത, തങ്ങളുടെ ഹിതപ്രകാരം സഭ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, ജനകീയ അഭിപ്രായ പ്രകാരമുള്ള ജനകീയ ഭരണം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാലഘട്ടമായത്. ഇതിനെ അപകടം മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, നമ്മൾ ദൈവവചന പ്രകാരം തന്നെ മുന്നോട്ട്, വചനം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് തന്നെ മുന്നോട്ട്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭരണക്രമം ജനായത്ത ഭരണമല്ല. അത് മോദി നടത്തും. ഇപ്പൊ മോദി അത് ചെയ്യുന്നില്ലെന്നാ പറയുന്നത്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പുള്ളിയുടെ പരിപാടി എന്നൊക്കെ പലരും പറയും. പിന്നെ കേരളത്തിലെ ഭരണം എല്ലാരും ജനാധിപത്യം എന്ന് പറയും. പിണറായി വിജയന് തോന്നുന്നത് കേരളത്തിൽ അരുമ്പടങ്ങല്ലേ, രാഷ്ട്രീയം പറഞ്ഞ ഇതല്ല സഭയ്ക്കാർ, ജനാധിപത്യവുമല്ല ഏകാധിപത്യവുമല്ല. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ഞങ്ങളൊക്കെ ദൈവദാസന്മാരൊക്കെ പറയുന്നതായിട്ട് എന്താ തിയോക്രസിയാണ് സഭയിൽ നടക്കുന്നത്, ദൈവാധിപത്യം. അത് മാറി. അതാ ഇവിടെ പറയല്ലേ, ഈ പേര് തന്നെ അത് വ്യക്തമാക്കുകയാണ്. അതങ്ങ് മാറി. ജനങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം കൂടെ അന്വേഷിക്കണ്ട, നല്ല അന്വേഷിക്കണം കേട്ടോ, അതൊക്കെ ചെയ്യേണ്ടെന്നല്ലേ പറയുന്നത്. അതിന് വാശി പിടിക്കുക, അതിൻ്റെ പേരിൽ സഭയിൽ പ്രശ്നം ഉണ്ടാക്കുക, ഇതൊന്നും ഒരു ദൈവാധിപത്യമുള്ള സഭയ്ക്ക് യോജിച്ചതല്ല. നമ്മൾ ഇതിനെ സഭയ്ക്കുള്ളിലോട്ട് കയറുമ്പോൾ നമുക്കത് മനസ്സിലാവും. എങ്ങനെയാണ് ഒരു സഭ ഭരിക്കപ്പെടേണ്ടത്? ഈ ഭരണം എന്നുള്ള വാക്ക് പലർക്കും അത്ര
ഇഷ്ടമല്ല. മിക്കവാറും ആളുകളൊക്കെ ഈ പരിപാലനം എന്നുള്ള വാക്ക് അവർക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമുള്ള വാക്ക് തന്നെ. എന്നോട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച ദൈവത്തിനെ അറിയാവുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ അതെ, ഈ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഭരണമല്ല പരിപാലനം. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ഉണ്ട് സമയം. ഭരണമുണ്ട്, പിന്നെ പരിപാലനവും ഉണ്ട്. നോക്കൂ, ഞാൻ വാക്യം പറഞ്ഞു വിടാം, വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ വിഷയത്തോട് ചേർത്ത് ഇത് വന്നതുകൊണ്ട് ഞാനങ്ങ് പറയാം. 1 തീമോഥെയോസ് 5:10 നന്നായി ഭരിക്കുന്ന മുമ്പന്മാർ വിശേഷാൽ വചനത്തിൽ അധ്വാനിക്കും. നന്നായി എന്ത് ചെയ്യാം? പരിപാലിക്കാം. ആണോ? പരിപാലിക്കുകയാണോ? അല്ല, പിന്നെ ഭരിക്കുക. സഭയിൽ ഭരണമുണ്ട്, ഭരിക്കുന്നവരുണ്ട്, ഭരിക്കപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ ദൈവദാസന്മാർ പറയുന്ന 3 വചനങ്ങളാണ്, 3 വാചകങ്ങള്. 2 പരിപാലിക്കുന്നവരുണ്ട്, പരിപാലിക്കപ്പെടുന്നവരുണ്ട്. നടത്തുന്നവരുണ്ട്, നടത്തപ്പെടുന്നവരുണ്ട്. സഹോദരന്മാരോട് ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയും, നമ്മൾ എത്ര ആത്മീയമായിട്ട് വളർന്നാലും വേദപുസ്തകം എത്ര നമുക്കറിയാമെങ്കിലും നമ്മൾ വലിയ വലിയ സ്കോളേഴ്സ് ആണെങ്കിലും ഒരു സഭയുടെ നേതൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് കൊണ്ടൊന്നും യാതൊരു കഥയും ഇല്ല. ഇത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പോലെ. നോക്കണം, എഫേസോസ് സഭയിൽ തുടങ്ങി 7ാമത്തെ സഭയായ ലവോദിക്ക സഭ വരെയുള്ള 7 സഭകൾ ഞാൻ നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും. ഓരോ സഭയുടെ ആത്മീയ നിലവാരം നമ്മൾ എടുക്കണം. ഓരോ സഭ, എഫേസോസ് സഭയുടെ ആത്മീയ നിലവാരം, സ്മുർണ സഭയുടെ ആത്മീയ നിലവാരം, പെർഗമോസ് സഭയുടെ ആത്മീയ നിലവാരം, ഓരോ സഭയുടെ എടുത്തു നോക്ക്. തുയഥൈര സഭയുടെ ആത്മീയ, സർദീസിന്റെ ആത്മീയ നിലവാരം, പിന്നെ ഫിലദൽഫിയയുടെ ആത്മീയ നിലവാരം. ഓരോ സഭയുടെയും ആത്മീയ നിലവാരം നമ്മൾ എടുക്കണം. ഇതുവരെ നമ്മൾ പഠിച്ച സഭകളുടെ ആത്മീയ നിലവാരത്തോടും ലവോദിക്ക സഭയുടെ ആത്മീയ നിലവാരത്തിൽ നിന്ന് തുലനം വെച്ച് നോക്കിക്കുക, തുലനം ചെയ്ത് നോക്കിക്കുക. അയ്യോ ദൈവമേ, നാടൻ ഭാഷയിൽ എന്ത് വാക്കാ പറയേണ്ടത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഈ സഭയെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തില് ഞാൻ ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെടുത്തി 3ആയിട്ട് തിരിച്ച് ഞാൻ ഈ ലവോദിക്ക സഭയുടെ ആത്മീയ അവസ്ഥ എന്ന് പറയാം. 1, പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ അവസ്ഥ, പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ അവസ്ഥ. ഞാനത് ഒരു നീണ്ട പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ പറയാൻ നിന്നാൽ നമുക്ക് ഈ യുഗത്തിലെങ്ങനെ ക്ലാസ് അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ചുരുങ്ങിയ ഒരു 3-4-5 ഒരു ചെറിയ പാരഗ്രാഫിൽ ഒതുങ്ങത്തക്ക പോലെ ഇസ്രായേലിന്റെ ചരിത്രം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം, പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം ഒറ്റ വാക്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ എന്താ പറയാ? എന്ന് പറയാൻ പറ്റും ഒറ്റ വാക്കിൽ പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ചുള്ള ചരിത്രം പറയുക. ഇസ്രായേലിന്റെ ചരിത്രം ഒറ്റ വാക്കി പറയാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ എന്ത് പറയും? ഒറ്റ വാക്കി ഞാൻ പറയാം, മത്സരിക്കും. മത്സരം. സത്യമാണോ? ആണോ? അബ്രഹാമിൽ ആരംഭിക്കുകയാണ് എബ്രായ ചരിത്രം, ഇസ്രായേലി ചരിത്രം. അബ്രഹാമിൽ തുടങ്ങുക. നിങ്ങൾ നോക്കിക്കോ, അവിടെ മുതൽ ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് കൊച്ചുമക്കളുടെ കാലം വന്നപ്പോൾ ഇവിടെ എത്തി.
മിശ്രയെ. കർത്താവ് പിന്നെ കരുണ കാണിക്കുക, ഇതുങ്ങളുടെ പുറകെ കർത്താവ് കാണിക്കുക. കർത്താവ് അവരെ എത്തിച്ചു, മരുഭൂമി കൊണ്ടുവന്നു. എന്റെ ദൈവമേ, രണ്ടെണ്ണം മാത്രം അവിടുന്ന് പുറപ്പെട്ടതിൽ കനാലിൽ കയറി. എന്താ കാര്യം? എല്ലാം പോയത് എന്തുകൊണ്ടാ? സഹോദരന്മാരെ ഒന്ന് ഉത്സാഹിച്ച് പറഞ്ഞേ, എന്തുകൊണ്ടാ പോയത്? എന്താ? മത്സരം. ഇത് പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം രണ്ടാമത്തെ ഘട്ടം, ന്യായാധിപന്മാരുടെ കാലം എങ്ങനെ ഉണ്ടായിരുന്നു? ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം ന്യായാധിപന്മാരെ കൊടുത്തു. ശത്രുക്കൾ വന്ന് ആക്രമിക്കും അല്ലേ? ഈ വന്ന ആക്രമണം മൊത്തം ആരയച്ചതെന്നറിയാം? ഈ ശത്രുക്കൾ തന്നെ ഇങ്ങോട്ട് വന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ വായിക്കണേ, പഠിക്കണേ, വലിയ പഠനമാണ്. അവരാരും തനിയെ വന്നതല്ല. മിദ്യാന്യരാണെങ്കിലും പിന്നെ ഫിലിസ്തീനാണെങ്കിലും അവിടെ പറയുന്ന ഒരു ജാതി ഒരു രാജ്യവും ഇസ്രായേലിന് നേരെ വന്നത് മലപ്പുറം അവര് സ്വമേയം വന്നതല്ല. പിന്നെ ആരാ? ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിതാ, ഏൽപ്പിച്ചു. ദൈവം അവരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. ദൈവമക്കളെ ഓർത്തോണേ, ദൈവജനം മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ, ദൈവസഭ അത് ഉദ്ദേശിക്കുന്നതിൽ പോയില്ലെങ്കിൽ തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായത്, അല്ലാതെ സ്വാഭാവികമായിട്ട് വരുന്നതല്ല. ഏൽപ്പിച്ചു കൊടുക്കുന്ന എല്ലാം കൂടെ കിടന്ന് കാറി ഭൂമിക്കാരെ ദൈവമേ ഞങ്ങള് ശത്രുക്കൾ എല്ലാവരും കൂടെ ഉപദ്രവിക്കുന്നു. അപ്പോ ഒരു മാനസാന്തരം ഉണ്ടാകും, തമ്പുരാന് കരുണ തോന്നും, അവരെ അവിടെ നിന്ന് രക്ഷിക്കും. രക്ഷിച്ച് കൊല്ലന്റെ ആലയിലെ പട്ടിയുടെ കാര്യം പറഞ്ഞു പറയാം അല്ലേ? രക്ഷിച്ച് കാര്യങ്ങളെല്ലാം ശരിയായി കഴിയുന്നുണ്ടേ വീണ്ടും അങ്ങ് മറക്കും. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവര് മടുത്തു. ഈ ന്യായാധിപന്മാരെ കൊണ്ടുള്ള ഭരണം ഇനി വേണ്ട. അവര് പറഞ്ഞു, 1 ശമൂവേൽ 8-ാം അധ്യായം, ജാതികൾക്കുള്ളതുവരെ ഞങ്ങൾക്കൊരു. ഇതാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ 3-ാമത്തെ ഘട്ടം. ശമൂവേൽ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാൻ, ഈ ജനം എന്താ കാണിക്കുന്നത്? ശമൂവേലിനോട് ദൈവം പറഞ്ഞു, അവര് ചോദിക്കുന്ന നീ കൊടുക്ക. അവരെ ഉപേക്ഷിച്ച് നിന്നെ അല്ല എന്നെ ഉപേക്ഷിച്ചു. അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തു. ആദ്യത്തെ രാജാവ് ശൗല്, എന്തോ വിളിക്കേണ്ട പേര്, അനുസരണം കിട്ടും അല്ലേ? അവനെ നീ നീക്കി. പിന്നെ വന്ന ആരാ? ദാവീദ്. അടുത്തത് ശലോമോൻ. ഇവരുടെ രണ്ടുപേരുടെയും കാലത്ത് സമാധാനമായിരുന്നു രാഷ്ട്രം. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചു? ശലോമോന്റെ കാലം കഴിഞ്ഞപ്പോ രഹബയാമിന്റെയും യൊരോബയാമിന്റെയും നേതൃത്വത്തിൽ രണ്ടായിട്ട് പിരിഞ്ഞു. നമുക്ക് തോന്നി യഹൂദ രാജാക്കന്മാർ കുറെയൊക്കെ ഭേദമായിട്ട് ജീവിക്കുന്നു. രണ്ടും തടയുക. ഇതാണ് പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം. ദൈവം അവരെ ന്യായം ഭരിച്ചു. വടക്കേ രാജ്യത്തെ ഇസ്രായേലിനെ അസിറിയയിലേക്ക് പ്രവാസികളായി. യഹൂദയെ എങ്ങോട്ടാ? ബാബിലോണിലേക്ക് പ്രവാസികളായി. കാരണം എന്താണെന്നറിയാം? ഇവര്, ഞാൻ ചില വാക്യങ്ങളൊന്ന് പറയാം. ഇത് അത്യാവശ്യം നമ്മൾ അറിയേണ്ട വാക്യങ്ങളാണ് ഇവരെ സംബന്ധിച്ച്, അവരുടെ കാലഘട്ടം. ഇത് കഴിഞ്ഞിട്ട് ഈ രാജാക്കന്മാരുടെ ഭരണകാലത്ത് തന്നെ ദൈവം എത്ര പ്രവാചകന്മാരെ വിട്ടു? നീ മടങ്ങുവോ എന്ന് പറഞ്ഞു. ആരെ വിട്ടു? എത്ര പ്രവാചകന്മാർ? ശരിയാവല്ലേ? ഇരമ്യ, യെഹെസ്കേൽ. ബാബേൽ പ്രവാസകാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ദാനിയേൽ ഉൾപ്പെടെയുള്ള ഇവരെ എല്ലാവരും അയച്ചിട്ട് ഇവരെന്ത് ചെയ്തില്ല?
ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മടങ്ങി വരാൻ അവര് തയ്യാറായില്ല. എന്താ സംഭവിച്ചത്? ഞാൻ ചില വചനങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അത്രേ പറയുന്നുണ്ട്. ഈ 1 മുതൽ 3 വരെയുള്ള വാക്യം ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ? മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നത് മുതൽ ഇസ്രായേലിന്റെ ചരിത്രം ദൈവം പറയുന്ന ഒരു വേദഭാഗം. മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നത് മുതലുള്ള 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചു. എടുത്തവരങ്ങ് വായിച്ചു. മുന്തിരിത്തോട്ടം ഉണ്ട്. അത്രയും മതി മാറ്റി ബ്രദറെ, അത്രയും മതി. ഇസ്രായേലിന്റെ ചരിത്രം 80-ാം സങ്കീർത്തനത്തിലുണ്ട്. ഞാൻ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു അവിടെ എഴുതിയിരിക്കുന്നു. ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അതിനെ നട്ടു. പിന്നെ ബാക്കി യെശയ്യാവിനോട് ചേർത്തു. യെശയ്യാവിന്റെ ഭാഗം അതിനോട് ചേർത്തു നട്ടു. എങ്ങനെയാ നട്ടത്? കല്ലുപെറുക്കി കളഞ്ഞ് ഈടിയൊക്കെ കെട്ടി തടമൊക്കെ എടുത്ത് എല്ലാം ഭംഗിയാക്കി നല്ല വക, അവിടെ എഴുതിയിരിക്കും നല്ല വക മുന്തിരിവള്ളി നട്ടു എന്നായി. നല്ല വക മുന്തിരിവള്ളി നട്ടു. എന്നിട്ട് നടുക്ക് ഒരു ഗോപുരം വന്നു. എന്തിനാ? ഈ തോട്ടത്തെ കാക്കാൻ വേണ്ടി. പിന്നെ ചക്കു കിട്ടും. ചക്കെന്ന് പറഞ്ഞാൽ എന്താ? മുന്തിരിങ്ങ ആട്ടി ചാറെടുക്കാൻ വേണ്ടിയുള്ള ചക്കു കിട്ടും. എന്നിട്ട് ഈ യജമാൻ, ആരാ യജമാൻ? വലിയവനായ ദൈവം കാത്തിരി. എന്തിനാ? നല്ല ഫലം കായ്ക്കുമെന്ന് വിചാരിച്ച് കാത്ത. അവിടെ എഴുതിയിരിക്കുന്ന 3-ാം വാക്യത്തിൽ ആണോ ഒടുവിൽ എഴുതിയിരിക്കുന്ന എന്താ? കായ്ച്ചതോ കാട്ടും. ഇതാരുടെ ചരിത്രം? 10-ാം വാക്യം. 5-ന്റെ 10 നോക്കി. ഇതാരുടെ ചരിത്രം പറഞ്ഞു? സോറി, ഞാൻ പറഞ്ഞ റെഫറൻസ് പറ്റിയോ? സോറി, 7-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല. ഇതാരുടെ ചരിത്രമായി പറഞ്ഞു? തമ്പുരാന്റെ കൈകൊണ്ട് നട്ടണം. പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരി. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ തോട്ടത്തോട് 4 മുതലുള്ള വാക്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ 5-ാം വാക്യം. ആകയാൽ വരുവേ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി. 4-ാമത് വാക്യം. ദൈവത്തിന്റെ ന്യായം അവരുടെ നേരിടാം. ഇനിയും ഒരു വാക്യം കൂടെ, വേറെ എല്ലാം ഞാൻ വിടുക. ഒരു വാക്യം കൂടെ. ഇവരുടെ ചരിത്രത്തെക്കുറിച്ച് ദൈവം പറയുമ്പോൾ വളരെ സങ്കടത്തോടെ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം 78-ാം സങ്കീർത്തനത്തിന്റെ 40-ാം വാക്യം. 78-ാം സങ്കീർത്തനം 40-ാം വാക്യം. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട്
മത്സരിച്ചു. എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു? ആരെ? ദൈവത്തെ ദുഃഖിപ്പിച്ച. നോക്കണം, ദൈവം ഈ ജനത്തെ സ്നേഹിച്ചു, പക്ഷേ ദൈവത്തിനവർ തിരിച്ചു കൊടുത്തത് ദുഃഖമാണ്, മത്സരമാണ്. അപ്പോൾ ഇസ്രായേല്, പഴയ നിയമ കാലഘട്ടത്തിലെ ഇസ്രായേൽ, അവർ ദൈവത്തോട് മത്സരിക്കുന്നവരാണ്. ദൈവിക ന്യായവിധിക്ക് അവര് ആശ്രയിക്കുകയായി. ഇനി രണ്ടാമത് പുതിയ നിയമത്തിലെ ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഈ പുതിയ നിയമത്തിലെ ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് തിരിക്കാം. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും അവരുടെ ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം. ഇവരെ ദൈവം എത്രമാത്രം ഉയർത്തി, എത്രമാത്രം സ്നേഹിച്ചെന്നറിയാം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ 1-2 വാക്യം ഇവരുടെ ആത്മീക അനുഗ്രഹങ്ങൾ. റോമാലേഖനം 10-1-2 തൻ്റെ സ്വജനത്തെ കുറിച്ചുള്ള പൗലോസിന്റെ, അഥവാ ഇസ്രായേൽ ജാതിയെ കുറിച്ചുള്ള പൗലോസിന്റെ അഭിപ്രായം പറയുക. അവര് രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവരുടെ സ്ഥിതി എന്താണെന്നറിയാമോ? എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. 9-ാം അധ്യായത്തിലേക്ക് വന്നാൽ ഈ 9-ഉം 10-ഉം അധ്യായങ്ങളൊക്കെ പൗലോസിന് തൻ്റെ സ്വജാതിക്കാരെ കുറിച്ചുള്ള വേദനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം. 3-ാം വാക്യം 9-30 ഞാൻ വായിക്കണ്ട, ഞാൻ പറഞ്ഞത്. അവർ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കുമായിരുന്നു. ഇതിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണെന്നറിയാം? ഇതിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്നറിയാം? ശാപഗ്രസ്തൻ എന്ന വാക്കിന്റെ അർത്ഥം നരകയോഗ്യൻ എന്നാണ്. അതായത് 23-ൽ പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഉദ്ദേശിച്ച് കർത്താവ് പറയുന്ന ശാപത്തിന്റെ വചനങ്ങളെല്ലാം നരകത്തിൽ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്ന അർത്ഥം മനസ്സിലായി. എല്ലാവരും മനസ്സിരുത്തി ഒന്ന് കേൾക്കണേ. ആത്മാക്കളെ കുറിച്ചുള്ള പാഠം ഉണ്ടാകാൻ വേണ്ടി താൻ പറയുന്നത് എന്താണെന്നറിയാം? ഞാൻ നരകത്തിൽ പോയാൽ എൻ്റെ സഹോദരന്മാരെ രക്ഷിക്കപ്പെടുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ആളുടെ കാര്യമാണെന്നറിയാം, ജാതികളുടെ കാര്യമല്ല. പിന്നെ ഇത് ഇസ്രായേലിന്റെ കാര്യമാണ് പറയുന്നത്. സുവിശേഷം ചെയ്യുന്നതും സുവിശേഷം അറിയിക്കേണ്ടത് ഈ ഭാരമുള്ളിൽ വെച്ചോണ്ടാണ്. എന്തുവാകാൻ, ഏതുവാകാൻ ഞാൻ തയ്യാറാണ്. ജനം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ഈ കാഴ്ചപ്പാട് എത്ര പേർക്കുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഈ വചനമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം. ഇനി അവരുടെ അനുഗ്രഹം പറയും. ദൈവത്തിന്റെ പക്ഷത്ത് ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു. നോക്കിയേ, അടുത്ത വചനം എന്താന്ന് നോക്കി, 4-ാം വാക്യം. അവർ ആരാ? അവർ ഇസ്രായേൽ. പിന്നെ പുത്രത്വം, തേജസ്സും, നിയമങ്ങളും, ന്യായപ്രമാണവും, ആരാധനയും, വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാണ്. പിതാക്കന്മാരും അവർക്കുള്ളത്. തീർന്നോ? അവിടെ കൊണ്ട് അവസാനിക്കാം? ഇല്ല. പിന്നെ ക്രിസ്തു അവരുടേതാ. പിന്നെ നമുക്ക് കിട്ടിയത് ക്രിസ്തുവും അവർക്കുള്ളതാ. പക്ഷെ ഈ ജാതി എന്ത് ചെയ്തു? പറ. പുതിയ നിയമ കാലഘട്ടത്തെ ഇസ്രായേൽ ചരിത്രം പറ. ക്രിസ്തു അവരുടേതാ. നമ്മൾ വായിക്കുന്ന സ്വന്തത്തിലേക്ക്, അവൻ സ്വന്തത്തിലേക്ക് അവരുടേതായിട്ട് യേശു വന്നു. ഇതൊക്കെ ഒത്തിരി തെളിവുകളുണ്ട് കേട്ടോ. കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു സ്ത്രീ വന്ന് തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുറജാതിയോട് വന്ന് കർത്താവിനോട് അനുഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇസ്രായേലിലെ കാണാതെ പോയ ആടിന്റെ അടുക്കിലേക്ക് അല്ലാതെ ദൈവനെ അയച്ചിട്ട് എന്നെ അയച്ചിരിക്കുന്ന ആർക്കും വേണ്ടിയാ. ആർക്കും വേണ്ടി? ഇതാരും പറഞ്ഞ
യേശു കർത്താവ് തന്നെ പറഞ്ഞു എന്നെ അയച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. ഞാൻ അവരുടെ ഇടയിലേക്ക് വന്നു, അവരെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. അവിടെ കർത്താവ് വന്നതുപോലെ അവരെ രക്ഷിക്കാൻ. പക്ഷെ അവരെന്താ പറഞ്ഞെന്നറിയാം? അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിക്കാൻ. ഞങ്ങൾക്ക് ആരെയും മതി? പ്രവാസം. കണ്ടോ? ഇസ്രായേലിന് രണ്ടാം ഘട്ടം പുതിയ നിയമത്തിൽ ഈ വലിയവനായ കർത്താവ് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ 13-ന്റെ-34 കർത്താവ് പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ കീഴിൽ ചേർക്കുമ്പോൾ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി. എനിക്കോ മനസ്സായില്ല. എനിക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച രണ്ട് പദം നിങ്ങളുടെ ചിന്തയ്ക്ക് വിടാൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാനൊക്കെ പറയാം. എനിക്ക് മനസ്സായി, പക്ഷെ ഏത് കാലഘട്ടത്തിലും ഇതാ സംഭവിക്കുന്നത്. കർത്താവിന് മനസ്സാണ്, പക്ഷേ ജനത്തിന് മനസ്സാണ്. ഇസ്രായേലിന്റെ ദയനീയമായ AD 70 എന്ത് സംഭവിച്ചു? ആത്യന്തികമായ ന്യായവിധി ആ ജനത്തിന്റെ മേൽ സ്വർഗത്തിലെ കർത്താവ് അയക്കുക. ചരിത്രമൊക്കെ വിശ്വസിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞത് ഇസ്രായേലിന്റെ ചരിത്രമാണ്. മത്സരിച്ച ജനം, കർത്താവിനെ തള്ളിക്കളഞ്ഞ ജനം, ന്യായവിധി വില കൊടുത്തു വാങ്ങിച്ച ഇനി നമുക്ക് സഭയുടെ ഇന്നത്തെ സഭയുടെ സ്ഥിതി ഇത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ അതേ അവസ്ഥയിലേക്ക് 21-ാം നൂറ്റാണ്ടിലെ സഭകളിലേക്ക് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ സഭ ഭൂമിയിൽ വെളിപ്പെട്ടത് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഏറ്റവും അനുഭവിച്ച ജനമാണ് രക്ഷിക്കപ്പെട്ട ജനം. പ്രത്യേകിച്ചും ഞാൻ ഈ റിഫോർമേഷന്റെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാർട്ടിൻ ലൂഥറിന്റെ കാലത്ത് ഒരു നവീകരണം ഉണ്ടായി, പക്ഷേ ദൈവജനപ്രകാരമുള്ള നവീകരണമൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ വലിയ കൃപയാൽ സുവിശേഷ വീക്ഷണം ഉണ്ടായത്. ആ കാലഘട്ടത്തിലാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ത്യയിലേക്ക് പോലും സുവിശേഷകന്മാർ വന്നു. മിഷണറിമാരെ അയക്കാൻ ദൈവത്തിന് സാധിക്കുന്നില്ല. അത് ഇവാഞ്ചലിക്കൽ അഥവാ ഇവാഞ്ചലിസ്റ്റിക് മൂവ്മെന്റ്. ഒന്ന് റിഫോർമേഷൻ, രണ്ട് ഇവാഞ്ചലിസ്റ്റിക് മൂവ്മെന്റ്. മൂന്നാമത്തെ ഘട്ടമായപ്പോൾ ദൈവം ഒരു കർണവോട് കാണിച്ചു. എന്താ അറിയാമോ? ഉപദേശപരമായ സത്യത്തിലേക്ക് ദൈവം തന്റെ ദാസന്മാരെ നയിച്ചു. അതാണ് ദൈവത്തിന് സ്തോത്രം. പ്ലിമത്തിലുണ്ടായ വ്രതം സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. നവീകരണം കഴിഞ്ഞു, സുവിശേഷ ദർശനമുണ്ടായി. സുവിശേഷ ദർശനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് എന്തിന് പ്രാധാന്യമുണ്ടായി? ഉപദേശത്തിന് പ്രാധാന്യം നൽകുന്ന സമൂഹങ്ങൾ ലോകത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് ഘട്ടങ്ങളും സഭാചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളാണ് ലോകത്തിന് ഉപദേശ സത്യങ്ങളുടെ നിർമ്മലമായ ഉപദേശ സത്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എഫെസോസ് സഭയിൽ ഒരു കാര്യമായ പ്രശ്നമായിരുന്നു.
കർത്താവ് അത് കുറഞ്ഞൊരു കുറ്റം എന്നാ പറയുന്നെങ്കിലും അതൊരു കാര്യമായ പ്രശ്നമായിരുന്നു. എന്താ ആദ്യ സ്നേഹം കുറ്റം. ലവോദിക്ക സഭയിൽ വന്നു. എല്ലാ സൗകര്യശോരന്മാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് വായിച്ചിട്ടാണോ ഒന്നേ ആവും. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചിട്ട് കിടക്കും. ഒരൊറ്റ ഒരെണ്ണം ഗുണപ്പെട്ടവരുണ്ട് ഈ സഭയിൽ. ഞാൻ ചുമ്മാ ചോദിച്ച ഒരു ചോദ്യം അല്ലിത്, വെറുതെ ചോദിച്ചതല്ല. ഒരെണ്ണം ഉണ്ടോ? ഇതാണ് ലവോദിക്കയുടെ ഒരൊറ്റ ഒരെണ്ണമില്ല. നമ്മൾ ഈ മേനി വഹിക്കുന്ന ആ സംഭവമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. ലവോദിക്ക സഭ, പ്രിയപ്പെട്ടവര്, ഞാൻ പറയാം, ഒരു സഭയുടെ ഒരു സ്ഥലസഭയെ കുറിച്ചാണ് പറയുന്നത്. ലവോദിക്കയിലെ സഭ ഒരു സ്ഥലസഭയാണ്. ഇതല്ലേ 7 സഭകളും ഓരോ സ്ഥലസഭ. ഒരു സ്ഥലം സഭയെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? ആ സഭ ആത്മീക സഭയായിരിക്കണം, സ്പിരിച്വൽ ചർച്ച്. ഞാൻ പറയാം, തിരുവനന്തപുരത്ത് പഠിച്ചാൽ തെസ്സലോനിക്ക സഭയെ കുറിച്ച് നമ്മൾ പറയുന്നത് അതൊരു മാതൃക സഭയാണ്. അപ്പൊ ആ സഭയ്ക്ക് എന്ത് പേര് കൊടുക്കുക? സ്പിരിച്വൽ ചർച്ച് എന്ന് തന്നെ. അതേസമയം അതേ നിയമത്തിൽ നമ്മൾ പഠിച്ചാൽ ജഡീക സഭയുണ്ട്, ദ കാർണൽ ചർച്ച്. ഏതാ? ഏതാ ജഡീക സഭ? കൊരിന്ത് സഭ. എന്താണ് പറയണ്ടേ? ഇല്ലാത്ത കുഴപ്പങ്ങൾ ഇല്ല, അതുപോലുള്ളൊരു ബൈബിൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതൊക്കെ കേട്ടോ. ശരിക്ക് ഈ ലേഖനങ്ങളൊക്കെ പഠിക്കണം. ഓരോ സഭയുടെ സ്ഥിതിയാണ്. ഞാൻ അവിടോട്ട് പോകുന്നില്ല, പഠിക്കാനുള്ള അവസരമൊക്കെ എടുക്കും. ഞാൻ പറയട്ടെ, ആഴ്ചയിൽ 7 ദിവസവും ദൈവദാസന്മാർ സഭയിൽ ക്ലാസ് എടുക്കേണ്ട സ്ഥിതിയാണ്. പഠിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് തൃപ്തിപ്പെടണം. ഞാൻ എന്തായാലും ഇനി ഒരു ദിവസം വേണം. എന്നെ ഒരു ദിവസത്തേക്ക് വിളിച്ചേക്കും, ഒരു ദിവസത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ ദൈവദാസന്മാരുണ്ട്, എടുക്കണം. ഈ വിഷയങ്ങളെല്ലാം ശരിക്കും പഠിക്കണം. അപ്പൊ അതൊരു ജഡീക കാർണൽ ചർച്ച്. ലവോദിക്ക സഭയ്ക്ക് ഒരു പേര് കൊടുത്തേ. ആത്മീയ സഭയാണോ? ഒന്നോ നാക്കെടുത്ത് വർത്താനം പറയുന്നേ. ആത്മീയ സഭയാണോ? അല്ല. പിന്നെ ജഡീയ സഭയാണോ? അവിടെ ഒരു സംശയമില്ല, ജഡീക സഭയല്ല. പിന്നെ ഈ സഭയുടെ പേരെന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെടാത്തവരുടെ സഭ. The natural church. ഉണ്ടോന്ന് ചോദിച്ചാൽ ലവോദിക്ക സഭ. അതെ, അവിടെയാണ് വിഷയം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. പക്ഷെ ഈ കൂട്ടത്തിൽ ആരാ ഉള്ളത്? കർത്താവ് പുറത്തു നിന്നുകൊണ്ട് ചോദിക്കുന്ന എന്താ? 20-ാം വാക്യത്തിൽ ചോദിക്കുന്ന എന്താ? ആരെങ്കിലും. ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ തല വീഴുകണ്ട. അക്ഷരാർത്ഥത്തിൽ പറയാം, ഭയങ്കര മേനിയാണ്. ഞാൻ എന്തായാലും ഞാൻ സംഭവം എനിക്കൊന്നില്ല. ലവോദിക്ക സഭയുടെ ആത്മീയ സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്.
നന്നായിട്ട് എനിക്കറിയാം. ഹൗസ് ഓവറിന് അവിടെ നിന്ന് ജനിപ്പിച്ചു കൊള്ളുക, ഇത് ഈ പറയുന്നതൊക്കെ ഞങ്ങളങ്ങ് വെട്ടി വിഴുങ്ങണോ, ഇത് ശരിയാണോ? ഞാൻ തെളിയിക്കുകയല്ല, ഇത് പുസ്തകത്തിലുള്ള തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഈ പുസ്തകത്തിലുള്ള കാര്യം. ഒരെണ്ണം ഇല്ല കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം തീരാനായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ. ഇവര് ഈ സഭയുടെ 3 പ്രധാനപ്പെട്ട ഈ സ്ഥലത്തിന്റെ കാര്യം ആദ്യം നമ്മൾ പഠിക്കുന്ന സ്ഥിതിയിൽ തന്നെ നമ്മൾക്കൊന്ന് ചിന്തിച്ചു പോവാം. ഒന്ന്, ഈ പട്ടണം ലവോദിക്ക എന്ന് പറയുന്ന ഈ പട്ടണത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 7 സഭകളിൽ ഏറ്റവും സമ്പന്നമായ സ്ഥലത്ത് ഉണ്ടായിരുന്ന, ഏറ്റവും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള സഭയായിരുന്നു ലവോദിക്ക സഭ. ഏറ്റവും ഉയർച്ച ലവോദിക്ക പട്ടണത്തെക്കുറിച്ച് ഞാൻ അതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊക്കെ പറയാൻ നിന്നാൽ ഒരു മഹാനായ അലക്സാണ്ടറിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു സെല്യൂസ് രാജാവ്, സാമ്രാജ്യത്തിന്റെ ഒരു രാജാവ് ഈ പട്ടണം പണിതിട്ട് തൻ്റെ ഭാര്യയുടെ പേരിട്ട് അങ്ങനെ തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത ഒരു വലിയ പട്ടണമാണ് ഈ ലവോദിക്ക പട്ടണം എന്ന് പറയുന്നത്. ലവോദിക്ക പട്ടണം ആ സ്ഥലത്ത് ഏറ്റവും സമ്പന്നമായ സ്ഥലം. ഇത് ബൈബിൾ നമ്മൾ പഠിച്ചാൽ അറിയാം. നിങ്ങൾക്ക് ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ സ്ഥലത്തെക്കുറിച്ച് അക്കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലമാണ്. കൊലോസിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. കൊലോസിയും ഈ ലവോദിക്ക സഭയും തമ്മിൽ 10 മൈലിന്റെ അകലമുണ്ട്. ഈ 2 സഭകൾ തമ്മിൽ 10 മൈലിന്റെ അകലമേ ഉള്ള. എഫെസോസിൽ നിന്ന് 100 മൈൽ ദൂരമേ ഈ ലവോദിക്ക സ്ഥലത്തേക്കുള്ള. എഫെസോസും 100 മൈൽ ദൂരം. ഇത് എഫേസോസ് എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമാണ്. ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് എഫേസോസിലേക്ക് പോകുന്ന ഒരു ഹൈവേ ഉണ്ട്. അതൊരു വ്യാവസായിക റോഡാണ്. ആ റോഡ് ഈ ലവോദിക്കയിലൂടെയാണ്. അപ്പോൾ എഫേസോസ് വഴിയുള്ള ക്രയവിക്രയങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ലവോദിക്ക എന്ന് പറയുന്നത്. മാത്രമല്ല, മെഡിറ്ററേനിയൻ തീരത്ത് നിന്നുള്ള സമ്പൽ സമൃദ്ധമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന, കച്ചവടം നടത്തുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, ഈ സ്ഥലത്ത് ഏറ്റവും പ്രമുഖമായി നിലനിന്നിരുന്ന ഒരു വ്യവസായം എന്ന് പറയുന്നത് തുണിക്കച്ചവടം എന്ന് പറയാൻ പറ്റില്ല, കമ്പിളിയുടെ കച്ചവടമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായം മറ്റ് ചില സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച പോലെ തന്നെ കമ്പിളിയുടെ വ്യവസായം വളരെ ഫേമസ് ആയിരുന്നു. മൂന്നാമത് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. എന്നാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് വെച്ചാണ് പറഞ്ഞത്. ഏറ്റവും വലിയ ഒരു വൈദ്യ ഒരു പഠന കേന്ദ്രം, ഈ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഒരു വലിയ പഠന കേന്ദ്രം ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ ഞാൻ ഈ പറയുന്നത് ഈ സഭയ്ക്കകത്തെ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയായിരുന്നു. ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോക പ്രസിദ്ധമായ ഒരു ഉൽപ്പന്നം ഉണ്ടായിരുന്നു, ഒരു പ്രോഡക്റ്റ്. എന്താണെന്നറിയാമോ? കണ്ണില് എഴുതുന്ന ഓയിൻമെന്റ്, കണ്ണിന് വേണ്ടിയുള്ള ഓയിൻമെന്റ്. അങ്ങനെ സമ്പൽ സമൃദ്ധമായ ഒരു പട്ടണമായിരുന്നു അത് ഈ ലവോദിക്ക എന്ന് പറയുന്ന നഗരം പട്ടണം. അവിടെ ഉണ്ടായിരുന്ന സഭയാണ്. അപ്പോൾ ഈ സഭയിലേക്ക് വന്ന ആളുകൾ, സഭയിലേക്കെന്ന് ഞാനിവിടെ ബൈബിളിൽ സഭയെന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ പറയും, ഈ കൂട്ടത്തിലേക്ക് സഭയിലേക്ക് വന്ന ആളുകളെല്ലാം ആരായിരുന്നെന്നറിയാം? മഹാസമ്പന്നരായിരുന്നു. അധികവും വ്യാവസായിക പ്രമുഖരായിരുന്നു. സഭയിലേക്ക് സമ്പന്നമായൊരു
ഇത് ഇനി നമുക്ക് ഈ സഭയ്ക്കുള്ള ദൂതിലേക്കൊന്ന് കയറാം. ഈ സഭയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സഭയ്ക്കകത്തേക്ക് കയറിയാൽ ഈ 3 കാര്യം ഇതിനകത്ത് 18 വാക്യത്തിൽ നോക്കി. 18 വാക്യം, 3-ാം അധ്യായത്തിന്റെ 18 വാക്യം. എന്താ തെറ്റിപ്പോകുമെന്ന് ശങ്കിച്ചാണോ ആരും വായിക്കാത്തത്? തെറ്റട്ടെന്ന് വായിക്കും. അപ്പോ നമുക്ക് നിർത്തി പോകാൻ പറ്റാതെ സമ്പന്നനാകേണ്ടതിന് തീരൂതി കഴിച്ച കണ്ടോ, സാമ്പത്തികമായി ഏറ്റവും ഉയർച്ച ഉണ്ടായിരുന്ന ഈ വാക്യം അതിന്റെ വിപരീതാർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 1 പൊന്ന്, 2 നെയ്യ്, വെളിവാകാതിരിക്കത്തക്കവണ്ണം എന്ത് ചെയ്യണം? വെളിവാകാതെ ധരിക്കേണ്ടതിനെന്ത്? തുണിയുടെ കേന്ദ്രമായിരുന്നത് വെള്ളയുടുപ്പ്. 3, കാഴ്ച ലഭിക്കാൻ വേണ്ടി ലേപം. ഈ 3 കാര്യങ്ങളിൽ പ്രസിദ്ധമായിരുന്ന നഗരമായിരുന്നു ഇത്. പൊന്ന് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, 2 വസ്ത്രം, 3 കണ്ണിലെഴുതാനുള്ള ലേപം. ഇത് 3ഉം അവിടെ ഉണ്ട്. എവിടെ? സഭയ്ക്ക് പുറത്തുമുള്ള കാര്യം തന്നെയാണ് കർത്താവ്. ഇതിപ്പോ കർത്താവ് പറയുന്നത് നീ എന്ത് ചെയ്യണമെന്നാ? നീ ഇത് വാങ്ങിക്കണം. ഏതാ? പുറത്ത് കിട്ടുന്ന പൊന്നല്ല. പിന്നെ നിന്നെ സമ്പന്നനാക്കുന്ന പൊന്ന്. കണ്ടു? വില കൊടുത്ത് വാങ്ങിക്കണം. സൗജന്യമായിട്ട് കിട്ടുന്ന സാധനം. എന്ന് രക്ഷിക്കപ്പെട്ടപ്പോ രക്ഷയുടെ വസ്ത്രം നമുക്ക് കിട്ടിയത് എങ്ങനെ? എത്ര രൂപ കൊടുത്തു? എന്താ കൊടുത്തു? സൗജന്യമായി കിട്ടിയതാ. ഇപ്പോഴെന്ത് ചെയ്യണമെന്നാ പറയുന്നത്? വില കൊടുത്ത് വാങ്ങിക്കണം. 3 എന്തില്ല? കാഴ്ചയില്ല. ദൈവമേ, ഇപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കൂടാൻ പറ്റുവാണെങ്കിൽ ഞാനത് പറയാം. നോക്കണം, ഏറ്റവും അധികം സമ്പന്നമായ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന സമ്പന്നരായ വിശ്വാസികൾ കൂടുന്ന ഒരു ഈ സഭയുടെ ആത്മീക നിലവാരമായി കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ആത്മീയ നിലവാരം നമ്മുടെ ദൈവദാസന്മാരാരും അല്ല പറയാം, കർത്താവ് തന്നെ പറയാം. 1 പട്ടണം, 2 സഭ, 3 ഈ സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന കർത്താവിന്റെ കറസ്പോണ്ടന്റ്. കർത്താവിനെ കുറിച്ച് പറയുന്ന 3 കാര്യങ്ങളാണ്. 1 വിശ്വസ്തനും സത്യവാൻ, 2 വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി, 2ാമത് പറയുന്നത് ദൈവസൃഷ്ടി, 3ാമത് പറയുന്നത് ദൈവസൃഷ്ടിയുടെ ആരംഭമായ. ഞാൻ 3ആയിട്ട് പറയാം. ഇത് മലയാളത്തിൽ അത്ര കൃത്യമായിട്ട് ശരിയായിട്ടല്ല. 1 കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്ന ആമേൻ എന്നുള്ളതാണ്. യേശു കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു ആമേൻ എന്നാണ്. ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയല്ലേ? ആമേൻ, അതേ പറയുന്നത്. കർത്താവിൻ്റെ ആദ്യത്തെ പേര് ആമേൻ എന്നാണ്. 2ാമത് കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. 3ാമത് പറയുന്നത് ദൈവ സൃഷ്ടിയുടെ ആരംഭം. ഇത് 3ഉം ഞാൻ ഓരോ വാചകത്തിലൊന്ന് പറയാം, ഓരോ വാക്കിൽ പറയാം. വാചകത്തിൽ ഓരോ വാക്കിൽ.
ഒന്ന്, ആമേൻ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ദൈവത്വമാണ്. ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം. അടുത്ത ക്ലാസ്സിൽ ഞാനത് വ്യക്തമാക്കുന്നത്. രണ്ടാമത് പറയുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. ഇത് കർത്താവിൻ്റെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തെ കാണിക്കുന്നു. മൂന്ന്, ദൈവ സൃഷ്ടിയുടെ ആരംഭം, ഇറ്റേണിറ്റി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യത്വം. അപ്പോൾ നമ്മൾ ഈ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ മൂന്നാമത്തെ കാര്യത്തിൽ ഇന്ന് നമ്മൾക്ക് നിൽക്കാം. മഹത്വവാനായ നമ്മുടെ കർത്താവിൻ്റെ മൂന്ന് ആളത്വ വിശേഷണങ്ങൾ, ആളത്വ മഹത്വങ്ങൾ ഇവിടെ കാണാം. ഒന്ന്, യേശു ക്രിസ്തു ദൈവമാണ്. ആമേൻ. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ആമേൻ. പ്രാർത്ഥനയുടെ അവസാനമൊക്കെ പറയാം. പക്ഷെ ഇതിൻ്റെ അർത്ഥം നമുക്ക് ആകെ കൂടെ അറിയാവുന്ന ഒരർത്ഥമാണ്. ഇതാണ് ആമേൻ എന്ന് പറയുന്നത്. എന്താ? അപ്രകാരം അല്ലേ? എന്നാൽ അതിനേക്കാൾ ഉയർന്ന വലിയ മാനമുണ്ട്. രണ്ട്, കർത്താവ് സാക്ഷിയാണ്. വിശ്വസ്തനും കർത്താവിൻ്റെ ബേത്ലഹേമിലെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടം കർത്താവ് ഒരു സാക്ഷി, മനുഷ്യത്വം സാക്ഷി. മൂന്നാമത്തത് ആരംഭവും അവസാനവും ഇല്ലാത്തത്. ബേത്ലഹേമിലാണോ തുടങ്ങുന്നത്? അല്ല, പിന്നെ എന്നാ തുടങ്ങുന്നത്? ആരംഭം എന്നാ അവസാനിക്കുന്നത്? കർത്താവിന്റെ നിത്യം, നിത്യനായ കർത്താവ്. ഈ കർത്താവാണ് ഈ സഭയ്ക്ക് ദൂത് നൽകുന്നത്. നമ്മൾക്ക് ഈ സഭയ്ക്കുള്ള ദൂതിനെ കുറിച്ച് പിന്നാലെ ചിന്തിക്കാം. എന്നാൽ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഒരു വാചകം ഞാൻ പറയട്ടെ. വളരെ അപകടകരമായ ഒരു ദശാസന്ധിയിലാണ് ആധുനിക സഭ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ ആത്മീയ അധപ്പതനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. പിന്നീട് എനിക്ക് പറയാം, ഉറക്കം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ട്. നിങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ക്ഷീണമുള്ളവരാണെന്ന് വേണ്ടി വന്ന പറയാല്ലേ. പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം. ഈ അവസ്ഥയ്ക്ക് മാറ്റണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അത് ചെയ്യണം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കും.